ഹായ് SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എഫേർട്ട് എടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ എഫേർട്സ് ആണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടത്? രണ്ടുപേരും, ഒരാളെന്ന് പറയുന്നില്ല, രണ്ടുപേരും എടുക്കേണ്ട എഫേർട്ടുകൾ എന്തൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്? ഈ കാര്യമാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. പലർക്കും പറ്റുന്ന മിസ്റ്റേക്കുകളുണ്ട്. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ എഫേർട്ട് എടുക്കാറുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും അവർ ചെയ്തോട്ടെ അല്ലെങ്കിൽ അവർ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു പാർട്ട്ണർഷിപ്പ് പോലെ തന്നെയാണ്. നമുക്ക് പറയാം, രണ്ടുപേരും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോവും. അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ അത് മെച്ചപ്പെട്ടു പോകും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ എഫേർട്സ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക. അതേപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങളതിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും, അതായത് നിങ്ങൾ ഈ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. അതിൽ ഡീപ്പ് ആൻഡ് ഹാർഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പൊ സാധാരണ പല റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുണ്ട്, ഇന്ന് വലിയ രീതിയിൽ അങ്ങനെ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു, എങ്കിലും പല റിലേഷൻഷിപ്പിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രീഡം അവിടെ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാൻ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ മറ്റേ ആൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അതേപോലെ തന്നെ വലിയ രീതിയിൽ അറ്റാച്ച്മെന്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ കോൺവെർസേഷൻ നടക്കാറില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പല റിലേഷൻഷിപ്പിലും കാണാറുണ്ട്. പക്ഷെ ഒരു നല്ല റിലേഷൻഷിപ്പിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നല്ല ഓപ്പൺ കോൺവെർസേഷൻ നടത്താനായിട്ട് ആ റിലേഷൻഷിപ്പിൽ പറ്റണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവരോട് പറയാൻ പറ്റണം. ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അത് അവരോട് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ സംസാരിക്കാൻ പറ്റണം. അതുപോലെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം. ഇങ്ങനെ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇതിന് വേണ്ട എഫേർട്സ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലൊരു ഓപ്പൺ കോൺവെർസേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് നിങ്ങൾ എടുത്തേ മതിയാവും. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഷോ അഫെക്ഷൻ ആണ്. അതായത് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യാന്നുള്ളതാണ്. അതും അവരാഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പല ആളുകളും ചെയ്യാത്തൊരു കാര്യം അത് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അതെങ്ങനെ ശരിയാവുക? നമുക്കൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ നമുക്ക് അറിയണം. അങ്ങനെ നമ്മൾ പ്രകടിപ്പിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ നമുക്ക് അവരോട് സ്നേഹം ഉണ്ട് എന്നുള്ളത്? ഒരിക്കലും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങൾ പുറത്ത് കാണിക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രവൃത്തിയിലൂടെ പറയാം. ഇനി പ്രവൃത്തിയിലൂടെ കാണിക്കാൻ പ്രയാസമുള്ള ആളുകളാണെങ്കിൽ വാക്കുകളിലൂടെ പറയാം. അങ്ങനെ പല വഴികളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അവരെ കെയർ ചെയ്യുമ്പോൾ അത് നമ്മൾ സ്നേഹമാണ് കാണിക്കുന്നത്. വാക്കുകളിലൂടെ നമ്മൾ സ്നേഹത്തെ പറയാറുണ്ട്. മീൻസ് എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ മതി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ വാക്കുകളിലൂടെ പറഞ്ഞു കേൾക്കണം എന്നുള്ളതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ പറയാം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതല്ലാതെ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊരു വിലയും തോന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതി ഏതാന്നുള്ളത് മനസ്സിലാക്കുക. ആ രീതിയിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനുള്ള എഫേർട്ട് നിങ്ങൾ തന്നെ എടുത്തേ മതിയാവും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞോടരുത്. പകരം രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളതാണ്. ഒരാൾ മാത്രം നിന്നാൽ പോരാ. കാരണം നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നത് ടീംമേറ്റ്സ് ആണ്. സോ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന കാര്യം എന്ന് അറിയാം, എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും ഇത് അവർ കൈകാര്യം ചെയ്തോളും, ഞാനതിൽ ഇടപെടാൻ പോവുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കും. മീൻസ് അതിലൊന്നും ഇടപെടാതെ നിൽക്കും എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യമല്ല. ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഉൾപ്പെടുന്നതാണ്. അതായത് ആ റിലേഷൻഷിപ്പ് ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് നിന്നാലാണ് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒറ്റപ്പെടുത്തിയിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് അവരിൽ ഉണ്ടാക്കേണ്ടത്. അങ്ങനെയല്ലേ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് മാറുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്,
അവരുടെ കൂടെ നിൽക്കുക, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഒരാൾ എന്നുള്ള രീതിയിൽ നിൽക്കരുത്, രണ്ടുപേരും ഒന്നാണെന്നുള്ള രീതിയിൽ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഇന്റിമസി നിങ്ങൾ നിലനിർത്തുക, അട്രാക്ഷൻ പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ വിചാരിക്കുന്ന കാര്യം എന്നറിയോ, ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാര്യം ഇനിയിപ്പോൾ എന്തിനാ പുറത്ത് പോകുന്നത്, ട്രിപ്പ് പോകേണ്ട ആവശ്യം എന്താന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, ഇനിയിപ്പോൾ എന്താ വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുള്ളതാണ്. അങ്ങനെയല്ല, നിങ്ങൾക്കിടയിലുള്ള ഇന്റിമസി എന്തായാലും കൂടുതലാവണം. അത് ഓരോ വർഷം കഴിയും തോറും കൂട്ടണം. ഓരോ പ്രാവശ്യം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ട്രിപ്പിനൊക്കെ പോവാം, ഇടയ്ക്കൊക്കെ ഒന്ന് ട്രിപ്പ് പോകണതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇഷ്ടമൊക്കെ കൂട്ടാനുള്ളൊരു കാരണമാണ്. അവരുടെ അട്രാക്ഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ഒരു ഇന്റിമസിക്ക് പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ ഫിസിക്കൽ ഇന്റിമസി ആവാം, സ്പിരിച്വൽ ഇന്റിമസി ആവാം, ഇമോഷണൽ ഇന്റിമസി ആയിരിക്കാം, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഇന്റിമസി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഒരിക്കലും ആ ഇന്റിമസി നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിട്ട് ഇത്ര കാലമായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കാലമായിരുന്നു, അതൊന്നും ഒരു വിഷയമല്ല, അതൊന്നും ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ, ഇത്രയും എഫേർട്സ് നിങ്ങൾ എടുത്തേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും പല ബന്ധങ്ങളിലും നമ്മൾ കാണാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നല്ല റിലേഷൻഷിപ്പിന് ഇത്തരം എഫേർട്സ് നമ്മൾ എടുത്തന്നെ മതിയാവുള്ളൂ. അപ്പം നിങ്ങളെന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബന്ധമാണ് വേണ്ടത്, അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയോ, അതല്ലെങ്കിൽ നന്നായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ബന്ധമാണോ വേണ്ടതെന്നുള്ളത്. രണ്ടും നമ്മുടെ കയ്യിലുള്ളത്. അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോവാം, നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും അത് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചും ഇരിക്കും എല്ലാ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെ സഹായിക്കുന്ന ഒരു 4-5 പോയിന്റ്സ് ആണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്